പ്രൈസ് ദി ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അതിന്റെ മുമ്പോട്ടുള്ള വാക്യങ്ങൾ 11 വായിക്കുമ്പോൾ, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിലും അഹംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ എല്ലാം ഞാൻ ശീലിച്ചിരിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഭയായ ഫിലിപ്പിയ സഭയോട് അമേൻ ഹല്ലേലൂയ അള്ളിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. അമേൻ ഹല്ലേലൂയ നെതിരിയിൽ തിന്ന സ്ത്രീകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭക്തിയുള്ള സ്ത്രീകളോട് ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുകയും അവർ മാനസാന്തരപ്പെട്ട ശേഷം ലുദിയ എന്ന് പറയുന്ന സഹോദരിലൂടെ ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടാകുകയും ചെയ്തു. സ്തോത്രം. ആ സഭയുടെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും തന്റെ സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാം തനിക്ക് കരുതൽ നൽകിയ ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. ഫിലിപ്പിയ സഭയിലുള്ള വിശ്വാസികളോട് കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്: നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഞാൻ പോകുന്ന അവസ്ഥയെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. കാരണം ഞാൻ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ എന്നെ ശക്തനാക്കുന്നു. എന്റെ ഇന്നത്തെ അവസ്ഥകളൊക്കെ പരിതാപകരമാണെങ്കിലും ആ അവസ്ഥകളെ അറിയുന്ന ദൈവം, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എന്റെ ഞെരുക്കങ്ങളെ, എന്റെ ഇല്ലായ്മകളെ, എന്റെ വേദനകളെ, തകർച്ചകളെ അറിയുന്ന ദൈവം എന്നെ ശക്തനാക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ ഉറച്ചൊരു തീരുമാനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പറയാണ്, എന്നെ ശക്തനാക്കുവാൻ മുഖാന്തരം. എല്ലാത്തിനും ഒരു മുഖാന്തരമുണ്ട്. എല്ലാത്തിനും ഒരു ഹല്ലേലൂയ ഒരു വഴിയുണ്ട്. എല്ലാത്തിനും ഒരു ഹല്ലേലൂയ ഒരു വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾക്കും ഒരു മുഖാന്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ആ സകല കാര്യം മതിയാകുന്നു എന്ന്. നോക്കൂ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം, ദൈവത്താൽ മുഖാന്തരമായത്. ഞാൻ ഇന്ന് കിടക്കുന്ന ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് എന്റെ കർത്താവ് മുഖാന്തരമാണ്. എന്റെ യേശുവിനെ അറിഞ്ഞത് മുഖാന്തരമാണ്. സുവിശേഷ നിമിത്തമാണ് ഞാൻ ഇന്ന് ഈ കാരാഗ്രഹത്തിലായിരിക്കുന്നത്. യേശു മുഖാന്തരമാണ് ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങൾ എന്നെ ചെയ്ത് കടന്നു വന്നെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് എന്നെ ശക്തനാക്കുവാൻ, എന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ, എനിക്ക് ആശ്വാസം നൽകുവാൻ, എന്റെ വേദന എന്നോട് കൂടെ ഇരിക്കുവാൻ എന്നെ ശക്തനാക്കുന്ന എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. മതിയാകുന്നു. ആരാ? എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം മതിയാകുന്നു. ഹല്ലേലൂയ. അവൻ മുഖാന്തരമായി എന്റെ ജീവിതം ഇങ്ങനെ കടന്നു വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു മാത്രം മതി എന്നെ ശക്തനാക്കാൻ. മതിയാകുന്നു എന്ന് പറയുമ്പോൾ സകലത്തിനും മതി. അത് യേശു മാത്രം മതി തന്നെ ആശ്വസിപ്പിക്കുവാൻ. യേശുവിന്റെ കൃപ മാത്രം മതി എനിക്കെന്നാണ് ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ബുദ്ധിമുട്ട് മാത്രമല്ല, നിമിത്തമല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാല് നിങ്ങൾ എന്നെ കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. എന്നെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്. ഫിലിപ്പിയ സഭയിൽ നമുക്ക് നോക്കുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീരെന്ന ഫിലിപ്പിയ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ അവർക്ക് സന്തോഷമില്ല. കാരണം എന്താ? അവരുടെ പ്രിയപ്പെട്ട ദേവദാസൻ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന, അവരെ വഴി നടത്തിയ, ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശങ്ങൾ പറഞ്ഞു തന്ന അവരുടെ പ്രിയപ്പെട്ട ദൈവദാസൻ എന്തിയാ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലാണ്. ആ സഭയ്ക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയല്ലേ? പക്ഷെ ആ സഭ ഈ അപ്പോസ്തലനായ പൗലോസിനെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു ലേഖനം, ഹല്ലേലൂയ, ഒരു കത്ത് ഫിലിപ്പിയ സഭയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അവരോടുള്ള സ്നേഹമാണ് ഈ ലേഖനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു, താഴ്ചയിരിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിരിക്കുവാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാൻ എനിക്കറിയാം, വിശന്നിരിക്കുവാനും അറിയാം, സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചു. എന്റെ നിമിത്തം, കർത്താവ് നിമിത്തം അപ്പോസ്തലൻ പൗലോസ് എല്ലാം ശീലിച്ചു. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ആരായിരുന്നു? 3-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. സഭയെ പീഡിപ്പിച്ച് നടന്നവരാണ്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ 8-ാം നാൾ പരിച്ഛേദത്തിൽ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാർ, എബ്രായർ ജനിച്ച എബ്രായ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ എന്ന് പറഞ്ഞാൽ
ശുഷ്കാന്ത് സംബന്ധിച്ച് എന്ന് വെച്ചാല് യഹൂദ പാരമ്പര്യമേറി സഭയെ ഉപദ്രവിച്ച് നടന്നവൻ, ന്യായപ്രമാണത്തിലെ സകല നീതിയും അമ്മയെ സംബന്ധിച്ച് എന്ന് വെച്ചാല് ഈ തൻ്റെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ കാണുന്നതിന് മുമ്പ് തന്റെ ജീവിതത്തിൽ അമ്മ യഹൂദ പാരമ്പര്യത്തിന്റെ എരിവേറി താൻ ചെയ്ത് കൂട്ടിയതെല്ലാം അമ്മ ഒരു അതിൽ നോക്കുമ്പോൾ അതിനൊരു കുറവുമില്ല. പക്ഷെ എന്നാണോ ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിച്ച്, എന്നാണോ കർത്താവിന്റെ കരങ്ങളാൽ താൻ ഹല്ലേലൂയ ദൈവസന്നിധി കടന്നു വരുവാൻ ഇടയായത്, എന്നാണ് ക്രിസ്തുവിലേക്ക് തനിക്ക് ആമി പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് മാറ്റമുണ്ടായത്, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് തനിക്കൊരു വേർതിരിവുണ്ടായപ്പോൾ ഹല്ലേലൂയ അന്ന് തൊട്ട് ആത്മാവിന്റെ ശുശ്രൂഷ അപ്പോസ്തലനായി ചെയ്തെടുക്കുകയും തന്റെ ജീവിതത്തിൽ താൻ ഇന്നോളം അനുഭവിക്കാത്ത, ഇന്നോളം കടന്നു പോകാത്ത കഠിനമായ ശോധനയിലൂടെ കടന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അറിയാം, കടലിലെ ആപത്തുകൾ അനുഭവിച്ചു, കള്ള സഹോദരന്മാരുടെ ആപത്തുകൾ അനുഭവിച്ചു, ഹല്ലേലൂയ അങ്ങനെ പലവിധമായ ആപത്തുകൾ. റോമനിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ അവിടെയുള്ള ഹല്ലേലൂയ ജാതികൾ വിചാരിച്ചു എന്ത് ചെയ്യാ, അണലി കടിച്ച് അപ്പോസ്തലനായ പൗലോസ് മരിച്ചു പോകുന്നു വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇതിലൂടെ ഒരു കാര്യം പറയുവാനുണ്ട് നിങ്ങളോട്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും നിങ്ങൾ എന്ത് തകർന്നു പോകും. എന്നാൽ നിങ്ങളെ തകർന്നു പോകുവാനല്ല ദൈവം വിളിച്ചത്. ആത്മാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുക്കമുള്ള പുതുക്കമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ പഴയമായിട്ടുള്ള ഒന്നും നമ്മെ എന്ത് ചെയ്യാ ബാധിക്കത്തില്ല. അമീൻ, ചേടൻ കഴിഞ്ഞു പോയി. ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ആത്മാവിന്റെ പ്രവൃത്തി നാം കടന്നു പോകുമ്പോൾ നമുക്ക് വിരോധമായി ഹല്ലേലൂയ ഫലം എഴുന്നേറ്റെന്ന് വരാം, നമ്മുടെ ജീവന് അപായം സംഭവിച്ചെന്ന് വരാം, അമ്മേ കള്ള സഹോദരന്മാരുള്ള അമ്മേ ആപത്തുകൾ കടന്നു വരാം. ഹല്ലേലൂയ കടലിലെ ആപത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥകൾ. പക്ഷെ നിങ്ങളുടെ ജീവന് മാത്രം ഒന്നും സംഭവിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് ഹല്ലേലൂയ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ ഒരു മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിക്കുമ്പോൾ ശൗലിന്റെ ഒന്നാമത്തെ അവന്റെ പേര് ശൗൽ എന്നാണ്. എന്നാൽ രണ്ടാമത് ക്രിസ്തുവിലേക്ക് വന്ന ശേഷം അമ്മ ശൗൽ എന്ന് പറയും. റോമൻ അതിൽ വെച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ ശൗൽ എന്നാൽ അമ്മ യഹൂദമായിട്ട് വരുമ്പോൾ അമ്മ സ്തോത്രം നമുക്കറിയാം. ഇപ്പം ഹല്ലേലൂയ നിങ്ങൾ വിശ്വാസി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു പേരായിരിക്കാം. പക്ഷെ വിശ്വാസം വന്ന ശേഷം നിങ്ങൾ പുതിയ മനുഷ്യനും പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മാറുന്നില്ല, പകരം എന്ത് ചെയ്തു, നിങ്ങളുടെ അടിസ്ഥാനം ചേഞ്ച് ചെയ്യപ്പെടാൻ വേണ്ടി. സ്തോത്രം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ എന്ത് ചെയ്യാ ലോക മനുഷ്യൻ എന്ന് പറയും അല്ലേ, പക്ഷെ ഇന്ന് നമ്മെ വിളിക്കുന്നത് വിശ്വാസി എന്ന, രക്ഷിക്കപ്പെട്ടവളെന്ന, അല്ലെങ്കിൽ ദൈവ പായന. അപ്പൊ അതുപോലെ എന്ത് ചെയ്യാ ഒരു പേര് ചേഞ്ച് ഹല്ലേലൂയ ശൗൽ എന്ന പേരിൽ നിന്ന് അവൻ പൗലോസിലേക്ക് തനിക്കൊരു വിവർത്തനം സംഭവിപ്പാനിടയായി, സ്വഭാവത്തിലൊരു വിവർത്തനം സംഭവിപ്പാനിടയായി, തന്റെ ആത്മാവിന് ചേഞ്ച് വരുവാനിടയായി, തന്റെ ജീവിതത്തിനെ തിരുത്തി മാറ്റുവാനിടയായിരുന്നു. ക്രിസ്തുവിലാണ് അല്ലേ നിങ്ങളുടെ ജീവിതത്തിന് ചേഞ്ച് വരുന്നത്. ക്രിസ്തുവിലാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരുന്നത്. അപ്പോസ്തലനായ പൗലോസ് സ്വഭാവം എന്തായിരുന്നു? പഴയ കാലത്ത് കൊന്നുകളയുക, ഒരു വാക്ക് ആരോടും പറഞ്ഞാൽ കൊന്നുകളയും. അന്ന് പറഞ്ഞാൽ യാതൊരു ദാക്ഷിണ്യമില്ലാതെ കൊന്നുകളയുന്ന മനുഷ്യനെ ക്ഷമ പഠിപ്പിച്ചതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത്. ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്വർഗാരോഹണ ഹല്ലേലൂയ മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യഥാർത്ഥമായി കർത്താവ് നേരിട്ട് കണ്ട് ദൈവം നേരിട്ട് തൊട്ട് പുറത്തുകൊണ്ട മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ അവരുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവമായി മാറ്റി. പണ്ട് കടിച്ചുകൊണ്ട സ്വഭാവമായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം ധരിച്ചു. ഹല്ലേലൂയ ക്ഷമിക്കുവാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ് അപ്പോസ്തലൻ പൗലോസ്. നമുക്ക് ഹല്ലേലൂയ കുറച്ചുകൂടെ പഠിക്കുകയാണെങ്കിൽ പുതിയ നിയമം നമ്മെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെ വാക്കുകളാണ് അപ്പോസ്തലനായ പൗലോസ്. നാം പുതിയ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതിയല്ലോ, ആ ലേഖനങ്ങൾ നമ്മൾ വിശ്വാസത്തിനെ കുറിച്ച് പഠിക്കും. അതിജീവനം ജീവിക്കുവാൻ ആവശ്യമാകുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അതിജീവനങ്ങളെ കുറിച്ച് പഠിക്കുവാൻ കഴിയും. പരീക്ഷണങ്ങളുടെ സഹനങ്ങളുടെ ഇടയിൽ നിന്നാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഹല്ലേലൂയ വിശ്വാസ ജനനം എന്ന് പറയുന്നത്. തടവറയുടെ ചുവരുകൾക്കിടയിലാണ് അദ്ദേഹം എന്ത് ചെയ്യാ ഫിലിപ്പിയർക്ക് സഭയ്ക്ക് ദൂത് എഴുതുന്നത്. ഇവിടെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലൂടെ മതിയാകുന്നു എന്ന അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ഹല്ലേലൂയ ലേഖനം എഴുതുമ്പോൾ സന്തോഷവും സമൃദ്ധിയും
വിജയഭാവവും പ്രതിഫലിക്കുന്ന ഈ ഒരു വചനം, പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള വിശ്വാസത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് എഴുതി കാണിക്കും. പൗലോസിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് സഹനങ്ങളും നിറഞ്ഞായിരുന്നു. തന്റെ ശുശ്രൂഷയിൽ ഉടനീളം അദ്ദേഹം പീഡനങ്ങളാൽ തടവ് നിമിത്തവും ശാരീരിക പീഡനങ്ങളും നേരിട്ടു. എന്നാൽ ഇത്രയേറെ പരീക്ഷണത്തിലൂടെ കടന്നുപോയിട്ടും ക്രിസ്തുവിൽ മാത്രം സന്തോഷം കണ്ടെത്തി പൗലോസിന്റെ വിശ്വാസം ഉറച്ചിരുന്നു. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, ഏത് സാഹചര്യത്തിലും തൃപ്തനായിരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നാണ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ കഴിയുവാനും ഞാൻ എന്ത് ചെയ്യാ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് എപ്പോഴും പരിചിതമായ ഒരു വചനമാണ് ഇതെങ്കിലും സ്തോത്രം. ഏറ്റവും ഹല്ലേലൂയ മനുഷ്യന്റെ പരിശ്രമം ദൈവകൃപയോടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. സമൃദ്ധി എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസിന്റെ മാതൃക തന്നെ ഒരു വെല്ലുവിളിയാണ്. സുഖ സൗകര്യങ്ങളും എല്ലാം നേട്ടങ്ങളും എല്ലാം സന്തോഷം നൽകുന്നതെന്ന് വിശ്വസിക്കുന്ന ലോകത്തിന്റെ യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വാസത്തിലുള്ള ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കടന്നു പോകുന്ന ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ധനം, ശുശ്രൂഷകൾ, വ്യക്തിബന്ധങ്ങൾ എന്നിവയുടെ എല്ലാം സമൃദ്ധമായി നാം ആഗ്രഹിച്ചേക്കാം. എന്നാൽ വളർച്ചയിലേക്ക് നീങ്ങുവാനോ സ്തോത്രം നടന്നു നീങ്ങുവാൻ ആയിരിക്കുന്ന അവസ്ഥയെ ഹല്ലേലൂയ അപ്പോൾ നമുക്ക് വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പക്ഷേ നമ്മുടെ അവസ്ഥകൾ അതിലേക്ക് നമ്മെ നടത്തുന്നില്ല. ദൈവകൃപ നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഇടയാകും. നമ്മുടെ ബലഹീനങ്ങൾ, നമ്മുടെ ആകുലകൾ എല്ലാം എന്ത് ചെയ്തു? ഹല്ലേലൂയ, നമ്മെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവമായുള്ള ബന്ധം നമ്മൾ നമ്മൾ ശക്തരായി മാറ്റുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരുവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് പറയുവാണല്ലോ, നിങ്ങളെ ശക്തനാക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതമെങ്കിലും ആ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഹല്ലേലൂയ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, അവസ്ഥകളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ഹല്ലേലൂയ കഷ്ടമാകും, നാശമാകും, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്ന മേഖലകളിൽ നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ ഒന്നിച്ച് ആശ്വസിക്കട്ടെ. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ക്രൂശിനെ നിങ്ങളെ മറയ്ക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.